പാല് കുടിച്ച ശേഷം കുഞ്ഞ് കവിട്ടുന്നു, കക്കുന്നു, തൈര് പോലെ പാല് പുറത്തു വരുന്നു. ചില സമയത്ത് വായിലൂടെയും മൂക്കിലൂടെയും പാല് വരുന്നു. ഇത് എന്തുകൊണ്ടാണ്? എങ്ങനെ തടയാം? അപകടകരമാകുന്നത് എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് പേരൻസ് ദിവസേന നേരിടുന്ന പ്രശ്നമാണ്, പ്രത്യേകിച്ച് ന്യൂബോൺ പേരൻസ്. ഇത് കണ്ടാൽ ഭയവും ആശങ്കയും വരാറുണ്ട്. എന്നാൽ ഇത് സ്വാഭാവികമാണോ? എപ്പോഴാണ് അപകടകരമാകുന്നത് എന്ന് അറിയേണ്ടത് നിർബന്ധമാണ്. ഹായ്, ഞാൻ ഡോക്ടർ ക്ഷേമ. ടൈനി ടമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുഞ്ഞുങ്ങളിൽ ആദ്യത്തെ 3 മുതൽ 6 മാസത്തോളം കാണപ്പെടുന്ന ഒരു സാധാരണ പ്രശ്നമാണ് കവിട്ടൽ. കുഞ്ഞിന്റെ ദഹന വ്യവസ്ഥ പൂർണ്ണമായും വികസിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. 90% കുഞ്ഞുങ്ങളിലും ചെറിയ തോതിലുള്ള കവിട്ടൽ സാധാരണമാണ്, പ്രത്യേകിച്ച് പാല് കുടിച്ച ശേഷം. എന്തൊക്കെയാണ് ഇതിന് കാരണമെന്ന് നോക്കാം. കുഞ്ഞിന്റെ വയറും തൊണ്ടയും തമ്മിലുള്ള കണക്ഷൻ ഈസോഫാജിയൽ സ്ഫിൻക്റ്റർ എന്ന് പറയുന്നു. നിശ്ചിത വളർച്ച എത്തും വരെ സമ്പൂർണ്ണമായി ഇത് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാല് പുറത്തു വരുന്നു. രണ്ടാമത്തേത്, കുഞ്ഞിനെ ഓവർ ഫീഡിങ് ചെയ്യുന്നത് മൂലം കുഞ്ഞിന് ആവശ്യമായ പാൽ മാത്രം ഹങ്കർ ക്യൂസ് നോക്കി കൊടുക്കുക. കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നു, പാല് കുടിച്ച ശേഷം ഉറങ്ങുന്നു, കാമായി ഇരിക്കുക, ഇവയൊക്കെ വിശപ്പ് മാറിയ ലക്ഷണങ്ങളാണ്. ഇവയൊക്കെ നോക്കി മാത്രം കുഞ്ഞിന് പാല് കൊടുക്കുക. ഓവറായി ഫീഡ് ചെയ്യാതെ ഇരിക്കുക. മൂന്നാമത്തേത്, പാല് കുടിക്കുമ്പോൾ ഉള്ളിലെത്തുന്ന വായു ഇതിന് കാരണമാകുന്നു. പാല് കൊടുത്ത ശേഷം ബർപ്പ് ചെയ്യുക, തട്ടൽ, ഇതൊക്കെ അത്യാവശ്യമാണ്. 7 മുതൽ 10 മിനിറ്റ് വരെ തട്ടുക. ബർപ്പിംഗ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന് വിശപ്പ് വരുമ്പോൾ പെട്ടെന്ന് പാല് കുടിക്കുക. ഇത് കാരണം ഒരുപാട് വായു ഉള്ളിലെത്തുന്നു. ഇതും കാരണമാകും. ശരിയായ ഫീഡ് ചെയ്യാത്തത്, അതായത് പ്രോപ്പർ ലാച്ചിങ് ആണോ എന്ന് ആദ്യം ഉറപ്പ് വരുത്തുക. കുഞ്ഞിന്റെ വായ നിപ്പിളിന് ചുറ്റുമുള്ള കറുത്ത ഭാഗത്തായിരിക്കണം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വായ നന്നായി തുറന്ന രീതിയിലും മൂക്ക് ജസ്റ്റ് അമ്മയുടെ സ്ഥലത്തിൽ തട്ടുന്ന രീതിയിലും ആയിരിക്കണം ഇരിക്കുന്നത്. ഇതാണ് പ്രോപ്പർ ലാച്ചിങ് പൊസിഷൻ. ഇത് ശരിയല്ല എങ്കിലും കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാകും. അടുത്തത്, ബോട്ടിൽ ഫീഡിംഗ് ആണെങ്കിൽ ശരിയായ നിപ്പിൾ ഹോൾ സൈസ് നോക്കി എടുക്കുക. ഒരുപാട് വലുതാണെങ്കിൽ എയർ ഉള്ളിലെത്തി പാല് കക്കി വരാനുള്ള സാധ്യത കൂടുന്നു. ഇത് ഇനി എങ്ങനെ തടയാം എന്ന് നോക്കാം. ഒന്നാമത്തേത്, ശരിയായ അളവിൽ മാത്രം പാല് കൊടുക്കുക. ബ്രസ്റ്റ് ഫീഡിംഗ് ബേബീസിന് ഒരു സൈഡിൽ നിന്ന് മാത്രം പാല് കൊടുക്കുക. ബോട്ടിൽ ഫീഡിംഗ് ആണെങ്കിൽ ഫോർമുലയിലെ ഇൻസ്ട്രക്ഷൻസ് നോക്കി ഓരോ പ്രായത്തിലും വേണ്ട അളവ് മാത്രം കൊടുക്കുക. രണ്ടാമത്തേത്, പാല് കൊടുത്ത ശേഷം ബർപ്പ് ചെയ്യുക. ഏകദേശം 10 മിനിറ്റ് നേരം തന്നെ തട്ടുക. പാല് കുടിച്ച ശേഷം ഉടനെ തന്നെ കിടത്താതെ 10 മിനിറ്റ് കൂടി കുഞ്ഞിനെ നേരെ തന്നെ പിടിച്ച് കിടത്താനായിട്ട് നോക്കുക. പാല് കുടിച്ച ശേഷം കുഞ്ഞെ ഫ്ലാറ്റായി കിടത്താതെ എപ്പോഴും 20 മുതൽ 30 മിനിറ്റ് വരെ നമ്മുടെ ചുമലിൽ തന്നെ നേരെ പിടിച്ച് കിടത്താനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കിടത്തുകയാണെങ്കിൽ തല ഉയർത്തി വെച്ച് ശേഷം മാത്രം കിടത്തുക. അതായത് ഏകദേശം 30 ഡിഗ്രി മാത്രം. ബേബി പില്ലോസ് ഒന്നും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്ന് നോക്കാം. ചില സന്ദർഭങ്ങളിൽ സ്പിറ്റപ്പ് എന്നത് ഗൗരവമായി മാറും. ഇനി പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുക. ഒന്നാമത്തേത്, കുഞ്ഞ് ഫോഴ്സ്ഫുൾ ആണ് വോമിറ്റ് ചെയ്യുന്നത്. ഇതിനെ പ്രൊജക്റ്റിയൽ വോമിറ്റിംഗ് എന്ന് പറയുന്നു. ഇത് സ്പിറ്റപ്പ് അല്ല. രണ്ടാമത്തേത്, വോമിറ്റ് ചെയ്യുമ്പോൾ പച്ച, മഞ്ഞ നിറം, രക്തം ഒക്കെ കാണുന്നെങ്കിൽ ഡോക്ടറെ കാണുക. മൂന്നാമത്തേത്, കുഞ്ഞിന് ശരിയായ വെയിറ്റ് ഗെയിൻ ഇല്ലെങ്കിൽ ഡോക്ടറെ കാണുക. കുഞ്ഞു പാൽ കുടിക്കുമ്പോൾ അസ്വസ്ഥത, കരച്ചിൽ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക. ഡീഹൈഡ്രേഷൻ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. അതായത് മൂത്രം കുറവ്, കുഞ്ഞ് സ്റ്റൂൾ പാസ് ചെയ്യാതിരിക്കുക, സോഫ്റ്റ് സ്പോട്ടൊക്കെ ഉയർന്നു നിൽക്കുക, ഒരുപാട് ക്ഷീണം ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുക. ചില കുഞ്ഞുങ്ങളിൽ ഗ്യാസ്ട്രോ ഇസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് കുറച്ചുകൂടി സീരിയസ് ആയ ഒന്നാണ്. ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ കുഞ്ഞ് ഹാപ്പിയാണ്, വെയിറ്റ് ഗെയിൻ ഉണ്ട്, കുഴപ്പമില്ല. 6 മുതൽ 7 മാസം കഴിഞ്ഞ് കുഞ്ഞ് ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഇത് കുറയുന്നു. സൈലന്റ് റിഫ്ലക്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്പിറ്റപ്പ് അമ്മമാർ ശ്രദ്ധിക്കാതെ പോകും. പക്ഷേ കുഞ്ഞിന് ഗ്യാസ്, കോളിക് പെയിൻ ഒക്കെ ഉണ്ടാവും. ഇത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ചെറിയ അളവിൽ സ്പിറ്റപ്പ് നോർമലാണ്. ഇത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബേബി കെയറിനെ പറ്റി പുതിയ വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്